വിദ്വാൻ ഭവദേനാധിവാരി ആത്മശ്രീയുടെ ആത്മരതിക്രിയാവാൻ ഏഷ ബ്രഹ്മവിദം വരിഷ്ഠഃ പ്രാണോ ഹ്യേഷ യസ് സർവഭൂതൈർവിഭാതി വിജാനൻ വിദ്വാൻ ഭവദേനാധിവാരി ആത്മക്രീഡ ആത്മരതിക്രിയാവാൻ ഏഷ ബ്രഹ്മവിദം വരിഷ്ഠഃ പ്രാണോ ഹ്യേഷ യസ് സർവഭൂതൈർവിഭാതി യസ് സർവഭൂതൈർവിഭാതി യാതൊരുവനാണോ സർവഭൂതൈ എല്ലാ ഭൂതങ്ങളിലും കൂടി പ്രകാശിക്കുന്നത്. എല്ലാ പ്രപഞ്ചത്തിൽ കാണുന്ന സർവഭൂതം എന്ന് പറഞ്ഞാൽ ജനിച്ചതെന്നർത്ഥം. എന്തൊക്കെയാണോ ജനിച്ചത് ഈ പ്രപഞ്ചം എന്താണോ ഈ പ്രപഞ്ചത്തിൽ ഏത് ഒരു ചൈതന്യമാണോ ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നത്, വെളിപ്പെടുത്തുന്നത്. നമ്മളീ പ്രകാശിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരു പ്രകാശം അതല്ല, വെളിപ്പെടുത്തുക. അതായത് ഇത് നമ്മുടെ അറിവിൽ വരിക. ആ അറിവ് എന്ന് പറയുന്നത് ഈശ്വരനാണ്. അപ്പോൾ സർവഭൂതൈർവിഭാതി വിജാനൻ വിദ്വാൻ ഭവദേനാധിവാരി എല്ലാ ഭൂതങ്ങളെയും വെളിപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരേ ചൈതന്യം അതാണ് ഈശ്വരൻ എന്നറിയുന്ന ആൾ. വിജാനൻ വിദ്വാൻ അങ്ങനെ അറിയുന്ന ആൾ ഭവദേനാധിവാരി. അയാൾ അധിവാദിയാകുന്നില്ല. എന്നാൽ അധിവാരി അയാൾക്കൊന്നും സംസാരിക്കാനില്ല. എന്തിനെക്കുറിച്ച് സംസാരിക്കണം? ഇപ്പം എല്ലാ ഈശ്വര സ്വരൂപമാണെന്ന് അറിഞ്ഞ ആൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അയാൾക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് നാധിവാരി ആവശ്യമില്ലാത്തവരുടെ പല കാര്യങ്ങളും വളരെയൊക്കെ എന്തിനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇയാൾക്കൊരു പ്രയോജനമില്ല. നാധിവാരി. പിന്നെ അയാൾ എങ്ങനെ ഇരിക്കും? ആത്മക്രീഡ, ആത്മാവിൽ തന്നെ ക്രീഡിച്ചുകൊണ്ടിരിക്കും. ക്രീഡ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബാഹ്യസാധനം വേണം. ക്രീഡ അതാണ് ബാഹ്യസാധനം കൊണ്ട്. ഇപ്പോൾ പന്ത് കളിക്കുക, പന്തൊരു കളിക്കാനുള്ള ഒരു സാധനം, അത് ക്രീഡയാണ്. അപ്പം അതുപോലെ ഇയാൾക്ക് എന്താണ് ക്രീഡ? അങ്ങനെ അറിഞ്ഞ ആളിന് അയാൾ ക്രീഡിക്കുന്നതും ആത്മാവിൽ തന്നെയാണ്. അതായത് ആ ഒരു സ്വരൂപത്തെ ചിന്തിച്ച് തന്നെ അയാൾ സന്തോഷിക്കുന്നു. ആത്മരതി, രതിയും ആ തൃപ്തി, ആ സന്തോഷം, മനസ്സിൻ്റെ ആ ഒരു ഒരു മനസ്സൊന്ന് സന്തോഷിച്ച് അങ്ങനെ അടങ്ങിയിരിക്കുന്നുണ്ട്. മനസ്സ് അരിഞ്ഞ് അതായിട്ടിരിക്കുക. ആത്മരതി. അപ്പം അദ്ദേഹം അതിവാദിയാകാതെ ആവശ്യമില്ലാത്തൊന്നും സംസാരിക്കാതെ ആത്മക്രീഡനായി ആത്മരതിയായി ഇരിക്കുന്നു. ക്രിയാവാൻ എന്ന് ഇയാളുടെ ഇയാൾ പ്രവൃത്തി, ശരീരം ഉണ്ടെങ്കിൽ പ്രവൃത്തി ഉണ്ടല്ലോ, ഇയാളുടെ പ്രവൃത്തിയുണ്ട്. ആത്മക്രീഡയും ആത്മരതിയും. ഈ ആത്മനിഷ്ഠൻ്റെ ഈ ഈശ്വരൻ്റെ സ്വരൂപം അറിഞ്ഞ ഒരാളിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ആത്മക്രീഡയും ആത്മരതിയുമാകുന്നു. ഏഷ ബ്രഹ്മവിദാം വരിഷ്ഠഃ. അദ്ദേഹത്തെ ബ്രഹ്മവിത്തുക്കളിൽ ഏറ്റവും ശ്രേഷ്ഠൻ, ബ്രഹ്മവിദ് വരിഷ്ഠൻ എന്ന് പറയുന്നു. അത് നമ്മൾ എടുത്തു വരുന്നത്. ഇനി ഇതൊക്കെ അറിയണമെങ്കിലുള്ള മാർഗം എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്താണോ അതനുസരിച്ചാണ് നമ്മുടെ പ്രവൃത്തിയുടെ കാഠിന്യം വരുന്നത്. അപ്പോൾ ഇവിടെ ലക്ഷ്യമെന്ന് പറയുന്നത് പിന്നൊന്നും നമുക്ക് സാധിക്കാനില്ല. എല്ലാം എന്താണ് നമുക്ക് സാധിക്കാൻ, ഒരു ജീവിതം കൊണ്ട് സാധിക്കേണ്ടത് എന്താണ്, അതാണ് ഇവിടെ സാധിക്കാൻ ലക്ഷ്യമായിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളിന് അതനുസരിച്ച് കാഠിന്യമുള്ള പ്രവൃത്തി വ്രതങ്ങൾ അല്ലെങ്കിൽ അതിനനുസരിച്ച ചര്യകളും സ്വീകരിക്കും. ഇവിടെ എന്താണ്? സത്യേന ലഭ്യസ്തപസായേഷ ആത്മാ സമ്യക് ജ്ഞാനേന ബ്രഹ്മചര്യേണ നിത്യം അന്തഃശരീരേ ജ്യോതിർമയോ ശുക്രോ യം പശ്യന്തി യതയക്ഷി ക്ഷീണദോഷാഃ. സത്യേന ലഭ്യസ്തപസാഹ്യേഷ ആത്മാ സമ്യക് ജ്ഞാനേന ബ്രഹ്മചര്യേണ നിത്യം അന്തഃശരീരേ ജ്യോതിർമയോ ശുക്രോ യം പശ്യന്തി യതയ ക്ഷീണദോഷാഃ. സത്യേന ലഭ്യഃ തപസാ ഹി ഏഷ ആത്മാ സമ്യക് ജ്ഞാനേന ബ്രഹ്മചര്യേണ നിത്യം അന്തഃശരീരേ ജ്യോതിർമയഃ ഹി ശുക്രഃ യം പശ്യന്തി യതയ ക്ഷീണദോഷാഃ. സത്യേന ലഭ്യഃ തപസാ ഹി ഏഷ ആത്മാ സമ്യക് ജ്ഞാനേന ബ്രഹ്മചര്യേണ നിത്യം അന്തഃശരീരേ ജ്യോതിർമയഃ ഹി ശുക്രഃ യം പശ്യന്തി യതയ ക്ഷീണദോഷഃ. സത്യേന ലഭ്യഃ. ഏഷ ആത്മാ സത്യേന ലഭ്യഃ. ഈ പറഞ്ഞല്ലോ ആത്മാവ് എല്ലാത്തിൻ്റെയും നിയന്താവായി
സർവസാക്ഷിയായി നിർവികാരനായി ഇരിക്കുന്ന ആ ആത്മാവിനെ, ഒരിക്കലും നശിക്കാത്തതായിരിക്കുന്ന ആ ആത്മാവിനെ ആത്മാ സത്യേന ലഭ്യ. വെറുതെ കിട്ടത്തില്ല. സത്യം ഉണ്ടായിരിക്കണം. നമ്മുടെ എല്ലാ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം ഉള്ള പ്രവൃത്തികളിൽ സത്യം ഉണ്ടായിരിക്കണം. സത്യം എന്ന് പറഞ്ഞാൽ മാറാത്തതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒന്ന് പറഞ്ഞാൽ അടുത്ത ഒന്ന് പറഞ്ഞു, പിന്നെ പോകുമ്പോൾ വേറൊന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ളത് സത്യമല്ല. അപ്പം നമ്മളിപ്പോൾ ഒരാൾ ഈ ഇങ്ങനൊരു ധർമ്മം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം ആ ധർമ്മം അനുഷ്ഠിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് അത് സത്യമല്ല. സത്യം ഉണ്ടായിരിക്കണം. സത്യേന ലഭ്യ. പിന്നെയോ സത്യം മാത്രം പോരാ, തപസ് വേണം. തപസ്സെന്ന് പറയുന്നത് നമ്മൾ കാട്ടിപ്പോയി ഇങ്ങനെ ഇതൊക്കെ കെട്ടിയിരിക്കുന്നതൊന്നുമല്ല തപസ്സെന്ന് പറയുന്നത്. തപസ്സെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രത എന്നാൽ ഏകമായ ആഗ്രഹത്തോടുകൂടി ഇത് ഒരേ ഒരു വിഷയത്തിൽ തന്നെ ഇരിക്കണം മനസ്സ്. അതാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. നമ്മളിപ്പം പഠിക്കുന്നു, ആ പഠിക്കുന്ന വിഷയത്തിൽ ഏകാഗ്രമായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പഠിക്കുന്ന വിഷയത്തിൽ തന്നെ നമ്മുടെ മനസ്സ് നിൽക്കണം. അതുപോലെ നമ്മളിവിടെ ആത്മാവിനെയാണ് അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ആത്മവിഷയത്തിൽ തന്നെ നമ്മുടെ മനസ്സ് നിൽക്കണം. അപ്പം അങ്ങനെ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതാരൂപമായ തപസ് കൊണ്ടും ആത്മാ പുണ്യം സമ്യജ്ഞാനേന. വെറുതെ നമ്മളെന്ത് ഇതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ ഒരു നല്ല രൂപം, നമ്മൾ സാധാരണ ഒരു രൂപം നമ്മളെങ്ങനെയുണ്ട് ഈ ഭക്തിപരമായ പുസ്തകങ്ങളിൽ വായിക്കുന്നത്, ഒരു രൂപം ഇങ്ങനെ കണ്ടു അതിൽ തന്നെ മനസ്സിനെ നിർത്തി. അത് അങ്ങനെയല്ല, സമ്യജ്ഞാനം വേണം. ശരിയായ അറിവ്, ആത്മാവ് ഇന്നതാണ് എന്നുള്ള പരോക്ഷമായ അറിവ്. അതായത് ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു ആശ്രമം ഉണ്ടെന്ന് പരോക്ഷമായിട്ട് അറിഞ്ഞിട്ടാണല്ലോ ഇവിടെ വന്നു ചേർന്നത്. അപ്പോൾ ഇതുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചിട്ട് ഈ വഴിയെ പോയാൽ ഇവിടെ ചെല്ലാമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ ആ വഴിയെ ഇവിടെ വന്നു എന്നുള്ളത് സത്യമാണ്. എന്ന് പറഞ്ഞ പോലെ ഈശ്വരൻ്റെ സ്വരൂപം ഇന്നതാണ് എന്ന് നമ്മൾ പരോക്ഷമായിട്ട് മനസ്സിലാക്കും. പരോക്ഷം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ട് അറിഞ്ഞില്ല. പ്രത്യക്ഷവും അപരോക്ഷവും പരോക്ഷവും പല വാക്കുകളാണ്. ശാസ്ത്രത്തിൽ ഒത്തിരി വാക്കുകളുണ്ട്, ഓരോ വാക്കിനും ഓരോ അർത്ഥവുമുണ്ട്. ഇപ്പോൾ പരോക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു ആശ്രമം ഉണ്ടെന്ന് എന്ന് എന്നോട് പറഞ്ഞു, അതൊരു പരോക്ഷമായ അറിവ്. അതേസമയം ഇപ്പം അത് അപരോക്ഷമായി, ഇവിടെ അറിഞ്ഞു. ഇനി പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വിഷയ സംസർഗം ഉണ്ടായിരിക്കും. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വിഷയ സംയോഗത്തിൽ നിന്നുണ്ടാകുന്ന അറിവാണ് പ്രത്യക്ഷം. അപ്പോൾ ഇതിനെല്ലാം ഈ ശാസ്ത്രത്തിൽ ഓരോന്നിനെയും എന്തിനായിരുന്നു ഈ വാക്കുകളൊക്കെ പ്രത്യേകം പറയുന്ന അറിവിനെ അങ്ങോട്ട് അതിൻ്റെ അറിവ് ഏതാണ്, ഇങ്ങനെ വേണം ഇതിനെ അറിയാൻ, ഇതിനെ തള്ളണം എന്നൊക്കെ പറയാനായിട്ടാണ് ഇതെല്ലാം വാക്കുകളൊക്കെ പറയുന്നത്. അക്ഷമിന്ദ്രിയം. അപ്പോൾ ഇവിടെ സമ്യജ്ഞാനേന പരോക്ഷമായ അറിവുണ്ടായിരിക്കും. ശാസ്ത്രത്തിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നും അല്ലെങ്കിൽ ആത്മാബോധമുള്ളവരിൽ നിന്നും മഹാന്മാരിൽ നിന്നും ആ വിഷയം നല്ലതുപോലെ ഗ്രഹിച്ച് ഇതാണ് ആത്മസ്വരൂപം എന്ന ഒരു ബോധം ഉണ്ടായിരിക്കും. പരോക്ഷമായ ബോധം. അത് പരോക്ഷമായിരുന്നെങ്കിലല്ലേ നമ്മൾ അപരോക്ഷമായിട്ട് അറിയാൻ ശ്രമിക്കുകയുള്ളൂ. അപ്പം സമ്യജ്ഞാനേന ബ്രഹ്മചര്യേണ ഈ നമ്മുടെ ഈ ബുദ്ധി ശ്രദ്ധയെ ഏറ്റവും ചലിപ്പിക്കുന്നത് അബ്രഹ്മചര്യമാണ്. അപ്പം ബ്രഹ്മചര്യേണ നിത്യം, ഇതൊക്കെ ഒരു ദിവസം ചെയ്താൽ പോരാ. നിത്യം സത്യേന ലഭ്യ തപസാ ലഭ്യ സമ്യജ്ഞാനേന ലഭ്യ ബ്രഹ്മചര്യേണ ലഭ്യ എന്നർത്ഥം. ഇതെല്ലാത്തിൻ്റെ കൂടെ നിത്യം ലഭ്യ എന്ന് ചേർക്കണം. കാരണം നമ്മൾ നിരന്തരമായി അനുഷ്ഠിക്കുന്ന സത്യം എന്ന് പറഞ്ഞാൽ വലിയ പ്രാധാന്യമുള്ളതാണ്. സത്യം ഭഗവാന്റെ ഒരു സ്വരൂപം തന്നെ സത്യമാണ്. സത്യവ്രതം സത്യവരമിൻ്റെ സത്യം സത്യ എന്നൊക്കെ പറഞ്ഞൊരു പദ്യമാണ്. സത്യം സത്യേന ലഭ്യസ്തപസ സത്യേന ലഭ്യ നിത്യം സത്യേന ലഭ്യ നിത്യം തപസാ ലഭ്യ നിത്യം സമ്യജ്ഞാനേന ലഭ്യ നിത്യം ബ്രഹ്മചര്യേണ ലഭ്യ. ഈ വിഷയങ്ങളൊക്കെ നിരന്തരം ഈ പറഞ്ഞ
വ്രതങ്ങളൊക്കെ നിരന്തരം അനുഷ്ഠിക്കണം. അല്ല ഒരു ദിവസം അനുഷ്ഠിച്ചിട്ട് ഞാൻ ഈശ്വരനെയൊന്നും കണ്ടില്ല, അങ്ങനെ ഒരു ഈശ്വരനൊന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞാലൊന്നും ഈശ്വരൻ അതുകൊണ്ടൊന്നുമില്ലല്ലേ. പിന്നെ നമ്മളവിടെ കിടന്ന് ഇങ്ങനെ ചോദ്യതി മുഖ്യമാനഹ അത് കണ്ടിങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഇങ്ങനെ അന്തഃശരീരെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? ശുഭ്രഹ ജ്യോതിർമയോഹി ശുഭ്രഹ, ശുദ്ധനാണ്. ശുദ്ധം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയാറില്ലയോ നാളെ ശുദ്ധന എന്തുവായി തോന്നി വിളിച്ച് പറയുന്നു. അതൊന്നും അതിൻ്റെ ശുദ്ധത എന്ന് പറയുന്നത് മനസ്സിൻ്റെ ശുദ്ധത എന്ന് പറഞ്ഞാൽ അവിടെ വിഷയമില്ലാതിരിക്കുകയാണ്. മനസ്സിൻ്റെ സ്വന്തമല്ലേ വിഷയങ്ങളൊന്നും. വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്നതല്ലേ, അല്ലാതെ മനസ്സിൻ്റെ സ്വന്തമല്ലല്ലോ. ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന വിഷയങ്ങൾ മനസ്സിലിരിക്കുന്നു. അതുള്ളിടത്തോളം കാലം മനസ്സ് അശുദ്ധമാണ്. എപ്പോഴാണോ വിഷയരഹിതമായി തീരുന്നത്, ഒരു വിഷയം അതായത് അറിയപ്പെട്ടതൊന്നും ഒരു വിഷയത്തെയും നമ്മൾ അറിയുന്നില്ല, അങ്ങനെയുള്ള ആ ഒരവസ്ഥയാണ് ശുദ്ധ മനസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ശുദ്ധ യം പശ്യന്തി യഥയ ക്ഷീണദോഷാഹ. ഇങ്ങനെയുള്ള ആത്മാവിനെ ആരാ അറിയുന്നത്? ക്ഷീണദോഷാഹ യതയഃ, അന്ധകരണ ശുദ്ധിയുള്ള മനഃശുദ്ധിയുള്ള യതികൾ, അതായത് യതികൾ എന്ന് പറഞ്ഞാൽ പ്രയത്നശീലന്മാർ. ഇതിനുവേണ്ടി ഈ ആത്മസ്വരൂപത്തെ അറിയുന്നതിന് വേണ്ടി നിരന്തരം പ്രയത്നിക്കുന്നവരും വിഷയബോധമില്ലാത്തവരും ഓരോ വിഷയത്തിലോട്ട് മനസ്സ് ചാടിച്ചാടി പോകുന്നില്ല, മനസ്സ് നിർവിഷയമായിരിക്കുന്നവരുമായ ആളുകൾ ഇങ്ങനെയുള്ള ആത്മാവിനെ ലഭിക്കുന്നു, ആത്മാവിനെ അറിയണമെങ്കിൽ നമ്മളനുഷ്ഠിക്കേണ്ട വ്രതങ്ങളാണ് പറഞ്ഞത്. സത്യം, തപസ്, സമ്യജ്ഞാനം, ബ്രഹ്മചര്യം. ഇത്രയും നിരന്തരം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് തൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ആ ജ്യോതിസ്വരൂപനായ ഈശ്വരനെ, ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നു. അത് വേറെങ്ങും അതിനെ സാക്ഷാത്കരിക്കാൻ സാധ്യവുമില്ല. കാരണം ഈ സർവത്ര നിറഞ്ഞിരിക്കുന്നു ഈശ്വരൻ. ഇപ്പോൾ സൂര്യൻ സർവത്ര നിറഞ്ഞിരിക്കുന്നു, സർവത്ര പ്രകാശമുണ്ട്. പക്ഷേ എല്ലായിടത്തും ഒരുപോലെയല്ലല്ലോ പ്രകാശം. ചില സ്ഥലത്ത് നല്ലപോലെ തിളങ്ങും. അതുപോലെ ഈ ഈശ്വരൻ അല്ലെങ്കിൽ ആത്മാവ്, ആ ചൈതന്യം സർവത്ര നിറഞ്ഞിരിപ്പുണ്ട്. പക്ഷേ അന്ധകരണം എന്ന് പറയുന്ന ആ ഉപാധി, ആ സത്വഗുണപ്രധാനമായ ഉപാധിയിൽ വ്യക്തമായിട്ട് പ്രകാശിക്കും. അവിടെ വരുന്ന വിഷയങ്ങളെയും ഈ അന്ധകരണം ബുദ്ധിയാണല്ലോ പ്രകാശിപ്പിക്കുന്നത്. ആ ബുദ്ധിയിൽ വരുന്ന വിഷയങ്ങളെ ഇപ്പോൾ ഒരു ബുക്ക് ഇത് ഇവിടെ ഇരിക്കുന്നു എന്ന് ബുദ്ധിക്കറിയാൻ സാധ്യമല്ല സ്വന്തമായിട്ട്, കാരണം ബുദ്ധി ജഡമാണ്. ഈ ബുദ്ധിയിൽ ഇങ്ങനൊരു വിഷയം പ്രകാശിക്കുന്നു എന്ന് അറിയിക്കുന്ന ഒരു പ്രകാശമുണ്ട്. അപ്പം ഞാൻ ഇതിനെ അറിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു, ഞാൻ വിഷയം അറിഞ്ഞു, ഈ മൂന്നെണ്ണം ഉണ്ടല്ലോ, മൂന്നിനെയും ഒരുപോലെ പ്രകാശിപ്പിക്കുക. നമ്മുടെ അന്ധകരണത്തിൽ വരുന്ന ഏത് വിഷയത്തെയും സാക്ഷി രൂപത്തിൽ പ്രകാശിപ്പിക്കുന്ന, വെളിവാക്കുന്ന ചൈതന്യം വ്യാജമാണെന്നുള്ളതാണ് ഈശ്വരൻ. അതാണ് ബ്രഹ്മം, അതാണ് ആത്മാവ്. അപ്പം സർവ്വ വിഷയങ്ങളെ നമ്മൾ ഒരുപാട് വിഷയങ്ങളെ അറിയുമ്പോഴും ഈ വിഷയങ്ങളെയെല്ലാം സാക്ഷി രൂപത്തിൽ വിളക്കിക്കൊണ്ടിരിക്കുന്നത്, വെളിവാക്കിക്കൊണ്ടിരിക്കുന്നത് യാതൊരു ചൈതന്യമാണ്. അതാണ്. അതിനെ അറിയണമെങ്കിൽ ഇതെല്ലാം വേണം. സത്യം വേണം, തപസ് വേണം, സമ്യജ്ഞാനം. ഇതാണ് ആത്മാവെന്നുള്ള ഒരു ബോധം ഉണ്ടായിട്ട് ചെന്ന് കാണുമ്പോഴേ ഇതാണെന്ന് മനസ്സിലാവും. അവിടെ എപ്പോഴും നമ്മൾ ഉറങ്ങുന്നുണ്ട് ധാരാളം. ഉറങ്ങുമ്പോൾ ഒരു വിഷയവുമില്ല, നമ്മളൊരു വിഷയമില്ലാതെ ഉറങ്ങും. പക്ഷേ നമ്മൾ കിടന്നങ്ങനെ ബോധം കെട്ട് ഉറങ്ങുന്നു. ജ്ഞാനിയാണെങ്കിലോ, ജ്ഞാനി ഉറക്കത്തിലൊരു യജ്ഞം ചെയ്യുകയാണെന്ന് പറയുന്നു. ഒരു യജ്ഞം നടക്കുകയാണ് ഉറക്കം എന്ന് പറയുന്നത്. ഈ പ്രാണന്മാരെല്ലാം ഏതാണ് അഗ്നി ഏതായിരുന്നു? ആ അഗ്നിയിലേക്ക് ഈ പ്രാണവാന്മാരെ ഹോമിച്ച് ഈ പ്രാണനെ ഈശ്വരനിൽ എത്തിക്കുക എന്നാണ് ഉറക്ക സമയം. ഉറക്കം എന്ന് പറയുന്നത് ഇതിലും പറയുമല്ലോ, ഉറക്കം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈശ്വരൻ്റെ സ്ഥാനമാണ്. ഈശ്വരനാണ് അവിടെ പ്രകാശിക്കുന്നത്, നമ്മളറിയുന്നില്ല. അപ്പം ഭഗവാൻ നമ്മുടെ കണ്ണ് കെട്ടി നീ അറിയണ്ട എന്ന് വിചാരിച്ച് പിന്നെ മേഘങ്ങളൊക്കെ ഒന്ന് മറയ്ക്കുന്നത് പോലെ അതിനെ അങ്ങ് മറച്ചു. നമ്മുടെ പാപം മറച്ചുകൊണ്ടൊന്നും അറിയാൻ വയ്യ.
അതേസമയം ഇതില്ലാതാകുകയാണെങ്കിൽ അതിങ്ങനെ വ്യക്തമായി പ്രകാശിക്കുന്നത് അറിയാൻ സാധിക്കും. ഈ ദോഷങ്ങളില്ലാതാകാനാണ് നമ്മൾ തപസ് ചെയ്യുന്നത്. അല്ലാതെ ഈശ്വരനെ സൃഷ്ടിക്കാനും ഒന്നുമല്ല. ഈശ്വരൻ ഇങ്ങനെ ഇരിപ്പുണ്ട്, നമുക്കറിയാൻ പാടില്ല. നമുക്ക് ഒരുപാട് തടസ്സം പാപങ്ങളാണ്. ആ പാപങ്ങളെ ഇല്ലാതാക്കി നമ്മൾ അന്ധകരണത്തെ ശുദ്ധമാക്കുമ്പോൾ ആ ഈശ്വരൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരനെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ട് സത്യം വേണം, തപസ് വേണം, സമ്യക് ജ്ഞാനം വേണം, ബ്രഹ്മചര്യം വേണം. ഇത്രയും സാധനകളെ കൊണ്ട് നല്ലപോലെ പ്രയത്നിച്ചാൽ ആ ഈശ്വരനെ അറിയാൻ സാധിക്കും. അങ്ങനെ ക്ഷീണദോഷന്മാരായ ഋഷികൾ അറിയുന്നുമുണ്ട്. യതികൾ, അതായത് നല്ലപോലെ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന ആളുകൾ ആ ആത്മസ്വരൂപത്തെ അറിയുകയും ചെയ്യുന്നുണ്ട്. സത്യേന അനർഥത്യാഗേന, സത്യം എന്ന് പറഞ്ഞാൽ എന്താ? അനർഥത്യാഗം, സത്യമില്ലാത്തതിനെ ഉപേക്ഷിക്കുക. അപ്പോൾ സത്യം അസത്യം, ധർമ്മം അധർമ്മം ആപദ്ധർമ്മം. ഈ ചിലപ്പോൾ സത്യം പറയുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം, അസത്യം പറയരുത് എന്നുള്ളത് അധർമ്മം. ചിലപ്പോൾ ആപദ്ധർമ്മം എന്ന് പറഞ്ഞൊരു ധർമ്മം വരും. അതായത് നമുക്കത് ചെയ്യാനും പറ്റത്തില്ല, ചെയ്യാതിരിക്കാനും പറ്റത്തില്ല, അങ്ങനൊരു അവസ്ഥ വരും. അതിനാണ് ഒരു ഉദാഹരണം പറഞ്ഞത്. ഈ വേദൻ്റെ ഒരു സന്യാസി ഇരുന്ന് തപസ് ചെയ്യാണ്. അവർക്കെന്താ എന്തെങ്കിലും ഒന്നിരിക്കാനൊരു സൗകര്യം. ഇവിടെ ഈ സ്വാമിയൊക്കെ തപസ് ചെയ്തിടാൻ കാണണം, അതിശയം വരും. എങ്ങനെ അവിടെ ചെന്ന് കണ്ടുപിടിച്ചു, അവിടെ എങ്ങനെ ഇരുന്നു. ഇപ്പോഴും അവിടെ കുരു വന്നിരിക്കുന്നു. നമ്മുടെ തിരുവല്ലയിലെ പുരുഷോത്തമാനന്ദ സ്വാമി ആ വസിഷ്ഠ എങ്ങനെ അവിടെ ചെന്ന് പറ്റിയെന്നുള്ള ഇങ്ങനൊരു ഗുഹ അവിടെ ഉണ്ട്. അതൊക്കെ ഒരു നിയോഗമാണെന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. കാരണം ആ ഗുഹയെന്ന് പറയുന്നത് വളരെ ഇപ്പോഴും അവിടെ അതിൻ്റെ ചുറ്റുപാടും കാടാണ്, വനപ്രദേശമാണ്. അവിടെ ആ ഗുഹയ്ക്കകത്ത് കയറി അവിടെ ഒരു വട്ടമോ വെളിച്ചമോ മനുഷ്യനോ എന്തെങ്കിലും ഒരു അനക്കമോ ഒന്നുമില്ലാത്ത ആ സ്ഥലത്ത് അദ്ദേഹം അങ്ങനെ അവിടെ തപസ് ചെയ്യും. അല്ല, അങ്ങനെ ഒരാൾ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പം പണ്ടൊരു നിയമമുണ്ട്. പിന്നെ അമ്പെയ്താണല്ലോ മനുഷ്യനന്ന് ജീവിക്കുന്നത്. ഈ മൃഗങ്ങളെ വേട്ടയാടി ഒരു മാനിനെ എയ്തു ഒരാൾ. അപ്പം ആരാദ്യം ചെയ്യുന്നതായിരിക്കാണ് അതിൻ്റെ അവകാശം, വേറെ ആർക്കും അവകാശം പറയുന്നത്. ഈ മാന ഓടിപ്പോയി ഒരു സന്യാസി ഒരാളിരുന്ന് തപസ് ചെയ്യുന്ന ഗുഹയ്ക്കകത്തോട്ട് കേട്ടു. ഇയാൾ കുറേ ചോദിച്ചു, എന്തിയെ ആ മാനിനെ കണ്ടോ, ഇങ്ങോട്ട് കയറി വന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനോട് കണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു, യാവശ്യതി സാ ഭൂതി. ആരാണോ കാണുന്നത് അയാൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, കാണുന്ന കണ്ണല്ലേ, കണ്ണിന് പറയാൻ പറ്റും. ആരാണോ പറയുന്നത് അതിൽ കണ്ടിട്ടുമില്ല. അപ്പോൾ പിന്നെ നീ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത് എന്നോടൊന്നും ഇങ്ങനെ മറുപടി പറഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് കഥയല്ല. കാരണം സത്യം പറയാനും പറ്റത്തില്ല, കള്ളം പറയാനും പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ സത്യവും പറഞ്ഞില്ല, കള്ളവും പറഞ്ഞു. സത്യേന അനർഥത്യാഗേന മൃഷാവദനത്യാഗേന ലഭ്യ. മൃഷാവദനം, ഒരു പ്രയോജനമില്ലാതെ വാചകങ്ങൾ അടിക്കുക, വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒന്നിനും ഒരു പ്രയോജനവുമില്ല. അങ്ങനെയുള്ള സംസാരത്തെ ഉപേക്ഷിക്കുക. പിന്നെ കിഞ്ച തപസാഹി ഇന്ദ്രിയ മന ഏകാഗ്രതയ, മനസ്സിൻ്റെയും ഇന്ദ്രിയത്തിൻ്റെയും ഏകാഗ്രത, ഒരേ വിഷയത്തിൽ മനസ്സ് നിൽക്കുക എന്നുള്ളതാണ് ഏകാഗ്രതയ. മനസ്സേന്ദ്രിയാണാം ഏകാഗ്രം പരമം തപഃ ഇത് സ്മരണാത്. തദ്നുകൂലം ആത്മദർശന അഭിമുഖീഭാവാൽ പരമം സാധനം തപഃ. ആത്മാവിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് ഏകാഗ്രത, അതാണ് പരമം സാധനം. ഏറ്റവും ശ്രേഷ്ഠമായ സാധന, ആത്മസ്വരൂപത്തെ അറിയാൻ ഏറ്റവും ശ്രേഷ്ഠമായ സാധന തപസ്സാകുന്നു. തപോ നേതരശ്ചാന്ദ്രായണാദി, ചാന്ദ്രായണവ്രതമൊക്കെ വലിയ വ്രതമായിട്ട് വലിയ പിന്നെ പഞ്ചാബിയിലുള്ള നിപ്പ് തപസ്, ഇങ്ങനെയൊക്കെ വെള്ളത്തിലിറങ്ങി തപസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഒരുപാട് തപസ്സുകൾ, വളരെ ശരീരത്തെ പീഡിപ്പിക്കുന്ന തപസ്സുകളുണ്ട്. അതിനേക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ സാധനം, ശ്രേഷ്ഠമായ തപസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ഏകാഗ്രതയാണ്. ഒരേ വിഷയത്തിൽ നിർത്താൻ കഴിയുക, അതാണ്
തപസ്. ഏഷ ആത്മാ ലഭ്യ ഇത്യനുഷംഗ സർവത്ര സമ്യക് ജ്ഞാനേന യഥാഭൂത ആത്മദർശനേന ബ്രഹ്മചര്യേണ മൈഥുന അസമാചാരേണ ഇപ്പോൾ യഥാഭൂത ആത്മദർശനേന സമ്യക് ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണോ ആത്മാവിൻ്റെ സ്വരൂപം, യഥാർത്ഥമായ സ്വരൂപം ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് എന്താണോ അതിനെ ശരിയായിട്ട് മനസ്സിലാക്കുക ആണ് സമ്യക് ജ്ഞാനം. യഥാഭൂത ആത്മദർശനേന ബ്രഹ്മചര്യേണ മൈഥുന ആചാരേണ നിത്യം സർവദാ നിത്യം സത്യേന നിത്യം തപസാ നിത്യം സമ്യജ്ഞാനേന ഇത് സർവത്ര നിത്യശബ്ദോ അന്തർദീപിക ന്യായേന അനുഷക്തവ്യ. അന്തർദീപിക ഒരു ദീപം ഇരുന്നാൽ ഒന്നിനെ മാത്രമല്ല, അവിടെയുള്ള എല്ലാതിനെയും അത് പ്രകാശിപ്പിക്കും. അതുപോലെ ഇവിടെ നിത്യം ലഭ്യ എന്നുള്ളത് എല്ലായിടത്തും ചേർത്തോണം. മുമ്പേ അത് പറഞ്ഞു, നിത്യം ലഭ്യ ബ്രഹ്മചര്യേണ നിത്യം ലഭ്യ. അതായത് സ്ഥിരമായ ആചരണം കൊണ്ടാണ് അത് ലഭിക്കുന്നത്, അല്ലാതെ ഒരു ദിവസം ചെയ്തതിന് ലഭിക്കത്തില്ല. തപസാ നിത്യം സമ്യജ്ഞാനേന സർവത്ര നിത്യശബ്ദോ അന്തർദൈവിക ന്യായേന അനുഷക്തവ്യ രക്ഷ്യതേജ നയേഷു ദിമ്മം അനർഥം മായാച്ച. അവിടെ പ്രശ്നോപനിഷത്ത് പഠിച്ചത് പലതും ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജിമ്മം അനർഥം മായാച്ച, അവിടെ കള്ളത്തരമൊന്നും പറ്റില്ല. നമ്മൾ ഇങ്ങനെ കണ്ണടച്ച് വല്ലതും നോക്കിയിരുന്നിട്ട് വേറൊരാളെ നമ്മൾ കാണിച്ചു ഞാനിങ്ങനെ ചെയ്യുക, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അതിലൊരു കള്ളസ്ഥലം ഇവിടെ ഇറക്കില്ല. നേരെ നമ്മൾ അതിൽ തന്നെ മനസ്സ് അവിടോട്ട് ചെല്ലണം, മറ്റെങ്ങും പോകാതെ അവിടെ തന്നെ മനസ്സ് നിൽക്കണം. ഭക്ഷ്യതേജ നയേഷു ജിമ്മനതൊന്നുമായ ചായതി കോസാവാത്മായ ഏതൈഹി സാധനൈഹി ലഭ്യ എത്തിച്ചത്. എന്താണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ എന്തിനെയാണ് ലഭിക്കുന്നത്? നമുക്ക് എന്താണ് ലഭിക്കേണ്ടത്? അന്തഃശരീരെ അന്തഃശരീരെ എന്നുള്ളതിന് ശരീരമധ്യത്തിൽ ശരീരസ്യ പുണ്ടരീകാകാരോ ജ്യോതിർമയോ ഹി രുക്മവർണ്ണഃ ശുഭ്രഃ ശുദ്ധോ യമാത്മാനം പശ്യതി ഉപലഭന്തെ യതനശീലാഃ സന്യാസിനഃ ക്ഷീണദോഷാഃ ക്ഷീണക്രോധാദി വിത്തമലാഃ. ഈ മനുഷ്യന് ചിത്തമാലിന്യമൊന്നുമില്ലാത്ത ക്ഷീണദോഷന്മാരായ സന്യാസികൾ ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നു. എവിടെ സാക്ഷാത്കരിക്കുന്നു? എങ്ങനെയാണ്? ശരീരസ്യ മധ്യേ ശരീരസ്യ പുണ്ടരീകാകാശേ ജ്യോതിർമയോഹി പുണ്ടരീകാകാശം നമ്മൾ എവിടെയായിരുന്നു? ഈ ബൃഹദാരണ്യത്തിൽ നമ്മൾ ചിത്തവൃത്തികളെല്ലാം ഇരിക്കുന്നത് ശിരസിലാണ്. അതിനൊരു ചമസം പോലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ശിരസിലാണ് സകല അന്ധകരണ വൃത്തികളും ഇരിക്കുന്നത്. അപ്പം അതിനെയെല്ലാം പ്രകാശിപ്പിക്കുന്ന ചൈതന്യം യാതൊന്നാണ്. അപ്പം ഞാൻ പലതിനെയും അറിയുന്നതിനെയൊക്കെ ഞാൻ അറിയുന്നു എന്ന ആ ഞാൻ എന്നുള്ളതിൻ്റെ ലക്ഷ്യം അത് ഈ വിഷയങ്ങളെയൊക്കെ വെളിവാക്കുന്ന ആ ചൈതന്യമാണ്. അതിനെ അറിയുക. പുണ്ടരീകാകാശേ ജ്യോതിർമയോ ഹി രുക്മവർണ്ണഃ ശുഭ്രഃ ശുദ്ധഃ യമാത്മാനം പശ്യതി. അങ്ങനെയുള്ള ആ എല്ലാറ്റിനെയും വെളിവാക്കിക്കൊണ്ടിരിക്കുന്ന ആ ആത്മാവിനെ പശ്യതി അറിയുന്നു. അങ്ങനെയാണ് യഥയക്ഷീണദോഷ, ചിത്തമാലിന്യമില്ലാത്ത എല്ലാ ചിത്തവൃത്തികളും അടക്കിയ ഈ യതികൾ ആത്മാവിനെ അറിയുന്നു. ആ ഹൃദയകമലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അന്ധകരണ സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യത്തെ അറിയുന്നു. അന്ധകരണം ശിരസിലിരിക്കുന്നത് കൊണ്ട് അവിടെ അറിയാൻ സാധിക്കില്ല, വേറെങ്ങും അറിയാൻ സാധിക്കത്തില്ല. നമുക്ക് ഈശ്വരനെ അറിയണമെങ്കിൽ അവിടെ, കാരണം നമുക്ക് അവിടെയാണ് അറിവുള്ളത്. അറിവ് എവിടെ നിന്ന് വന്നു എന്ന് വെച്ചാൽ ഈ ചൈതന്യത്തിൽ നിന്നുള്ളത് അവിടെ പ്രകാശിക്കുന്നു. അതിനെ അറിയാൻ സാധിക്കും. അതിനെ അങ്ങനെ ക്ഷീണദോഷന്മാരായ
യതികൾ അറിയുന്നു. സ ആത്മാ നിത്യം സത്യാദിസാധനൈ സന്യാസിഭി ലഭ്യത. ഈ സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവർക്കാണ് ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നത്. എന്നാൽ കാതാചിൽക്കൈ സത്യാദിഭി ലഭ്യത. എപ്പോഴെങ്കിലും വരുന്നു കാതാചിൽക്കം, ഞാൻ ചിലപ്പം ചെയ്യുക, ഇനി ആര് സത്യമാണ് പറഞ്ഞത്, ഇന്നലെ പറഞ്ഞതൊക്കെ സത്യം, നാളെ പറയുന്നത് സത്യം, അങ്ങനെയുള്ളവർക്കൊന്നും ശരിയാകത്തില്ല. ലഭ്യത സത്യാദി സാധന സ്തുത്യർത്ഥോ അയം അർത്ഥവാദ. അപ്പോൾ സത്യാദി സാധനങ്ങളുടെ സ്തുതിയാണ് ഈ പറഞ്ഞത് കൊണ്ട് കിട്ടുന്നത്. സത്യേന ലഭ്യസ്തപസാഹ്യേഷാത്മാ സമ്യക് ജ്ഞാനേന ബ്രഹ്മചര്യേണ നിത്യം അന്തഃശരീരേ ജ്യോതിർമയോ ഹി ശുദ്ധോ യം പശ്യന്തി യതയക്ഷീണദോഷാഃ. സത്യം സമ്യജ്ഞാനേന ബ്രഹ്മചര്യേണ നിത്യം അന്തഃശരീരേ ജ്യോതിർമയോ ഹി ശുദ്ധോ യം പശ്യന്തി യതയക്ഷീണദോഷാഃ. സത്യമേവ ജയതി നാനകം സത്യേന ബന്ധാ വിദതോ ദേവയാനഃ യേന ആക്രമൻ ഋഷയോ ഹി ആപ്തകാമാഃ യത്ര തത്സത്യസ്യ പരമം നിധാനം. സത്യസ്യ പരമം നിധാനം. സത്യം എവിടാണ് ഇരിക്കുന്നത്? സത്യമേവ ജയതി, സത്യം ഏവ ജയതി ന അനർത്ഥം. സത്യേന പന്ഥാ വിദതഃ ദേവയാനഃ യേന ആക്രമന്തി ഋഷയഃ ഹി ആപ്തകാമാഃ യത്ര തത്സത്യസ്യ പരമം നിധാനം. സത്യമേവ ജയതി നാനർത്ഥം. സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. അനർത്ഥം ജയിക്കുകയില്ല. സത്യം മാത്രമേ ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യവാൻ ജയിക്കുന്നു എന്നർത്ഥം എടുക്കുന്നു. അല്ലാതെ സത്യത്തിന് മാത്രം ഒരു ജയമില്ല, അതന്നെ ജയിക്കാൻ കഴിയും. സത്യവാൻ ജയമുണ്ടാകുന്നു, അനർത്ഥവാൻ അനർത്ഥവാൻ ഒരിക്കലും, സത്യമില്ലാത്തവൻ ഒരിക്കലും ജയിക്കുന്നില്ല. സത്യേന പന്ഥാ വിദതോ ദേവയാനഃ. ആ സത്യം കൊണ്ട് സത്യത്തോടുകൂടി ജീവിക്കുന്നവന് പന്ഥ ദേവയാനഃ വിദത. ദേവയാനത്തിലേക്ക് പോകാനുള്ള പന്ഥ അതിങ്ങനെ വിസ്തരിച്ചിരിക്കുന്നു. അപ്പോൾ ചിലപ്പോഴൊക്കെ ആ പന്ഥാവിരിക്കും, ചിലപ്പം സത്യം പറഞ്ഞു ചെല്ലുമ്പം ചിലപ്പം ഈ പന്ഥാവുണ്ടായിരിക്കും, ചിലപ്പം പന്ഥാവില്ലാതിരിക്കും എന്നല്ല. ആ ദേവയാനത്തിലേക്കുള്ള പന്ഥാവ് എപ്പോഴും തുറന്നിരിക്കും. ദേവയാനത്തിൽ ആ പന്ഥാവ് എപ്പോഴും തുറന്നിരിക്കും. ആർക്ക് വേണ്ടിയാണ്? സത്യവാന് വേണ്ടി. സത്യേന പന്ഥ വിദതോ ദേവയാനഃ യേന ആക്രമൻ ഋഷയോ ഹി ആപ്തകാമാഃ. ആപ്തകാമാഃ ഋഷയഃ യേന ആക്രമന്തി. ആപ്തകാമാഃ ഋഷയഃ യേന സത്യം. ആ സത്യം കൊണ്ട് ആക്രമന്തി. അവർ അതിനെ അവിടേക്ക് ചെല്ലുന്നു. ആ സത്യം മാത്രം. ആ സത്യവ്രതന്മാരായ ഋഷികൾ ഈ ദേവയാനത്തിൽ കൂടി എവിടെയാണോ സത്യസ്യ പരമം നിധാനം, സത്യം എവിടെയാണോ, പരമം സത്യം എവിടെയാണോ ഉള്ളത് അവിടേക്ക് എത്തിയിരുന്നു. അപ്പോൾ സത്യം പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ സത്യത്തെ വ്രതമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ, അവർക്ക് തുറന്നിരിക്കുന്നു ദേവയാനം. ദേവയാനം പുത്രിയാനം എന്ന രണ്ട് മാർഗമുണ്ട്. അതിലെ ദേവയാനം ഇങ്ങനെ അവർക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. അതിലെ കൂടെ ഋഷികൾ അവിടെ ചെന്ന് ചേരുന്നു. ഇവിടെ പരമം സത്യസ്യ പരമം നിധാനം, അതായത് ആത്മസ്വരൂപത്തിൽ എത്തിച്ചേരുന്നു. സത്യവ്രതത്തോടു കൂടിയ ആളുകൾ ക്രമേണ ആ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നു എന്നർത്ഥം. സത്യമേവ സത്യവാനേവ ജയതി നാനർത്ഥം നാനർത്ഥവാദി ഇത്യർത്ഥം. നഹി സത്യാനർത്ഥയോ കേവലയോ പുരുഷാൻ ആശ്രിതയോ ജയ പരാജയോ വാ സംഭവതി. സത്യമുള്ള പുരുഷനാണ് ജയിക്കുന്നത്, അല്ലാതെ സത്യത്തിന് തന്നെ ജയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സത്യമുള്ള പുരുഷൻ ജയിക്കുന്നു. ആശ്രിതയോ ജയ പരാജയോ വാ സംഭവതി. അല്ലാത്ത പുരുഷനെ ആശ്രയിക്കാതെ, ഒരു ജീവനെ ആശ്രയിക്കാതെ കേവലം ഈ പുരുഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ജീവൻ അല്ലെങ്കിൽ ഈശ്വരൻ, ചേതന സ്വരൂപൻ എന്നിട്ട് അർത്ഥം എടുക്കുന്നു. പ്രസിദ്ധം ലോകേ സത്യവാദിന അനർത്ഥവാദ്യ അഭിഭൂയതേ ന വിപര്യോ അതഃ സിദ്ധം സത്യസ്യ ബലവൽ സാധനത്വം കിഞ്ച ശാസ്ത്രതഃ
അവഗമ്യതേ സത്യസ്യ സാധനാതിശയത്വം. ശാസ്ത്രം കൊണ്ടും സത്യത്തിനാണ് സത്യം എത്രമാത്രം ഈ ഉത്തമമായ സാധനയാണ് എന്ന് ശാസ്ത്രവും പറഞ്ഞിട്ടുണ്ട്. കഥം സത്യേന യഥാഭൂതവാദവ്യവസ്ഥയാ പന്ഥാ ദേവയാനാഖ്യോ വിതതഃ വിസ്തീർണഃ സാതത്യേന പ്രവർത്തഃ. എപ്പോഴും അതവിടെ ഉണ്ട്, അത് എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. ആ സത്യം കൊണ്ടുള്ള ദേവയാന മാർഗം എപ്പോഴും സാതത്യേന പ്രവർത്തഃ, എപ്പോഴും ഉണ്ട് അവിടെ. എപ്പോൾ സത്യവാൻ ചെല്ലുന്നു അവിടെ ഇപ്പോൾ തുറന്നു വിടും. പ്രവൃത്തഃ ഏന യഥാഹി ആക്രമന്തി ക്രമന്തേ ഋഷയഃ ദർശനവന്തഃ കുഹക മായാ ശാഠ്യാഹങ്കാര ദംഭാനുവർജിതാഃ ഹ്യാപ്തകാമാഃ വിഗതതൃഷ്ണാഃ. അപ്പം ആപ്തകാമന്മാരായിരിക്കണം, അതായത് ആ പ്രാപിച്ച കാമത്തോടു കൂടി. നമുക്ക് ആഗ്രഹമൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും സാധിക്കാനില്ല. ആപ്തകാമനായിട്ടുള്ള വിഗത തൃഷ്ണാഹ, ഒന്നിനെയും ആഗ്രഹിക്കാത്തവർ, അവർക്കൊന്നും ആവശ്യമില്ല. അപ്പം വിഗത തൃഷ്ണന്മാരാണ്. അങ്ങനെയുള്ള ആളുകൾ, അവർക്ക് ഈ മാർഗം കിട്ടണമെങ്കിൽ കുഹക മായാ ശാഠ്യാഹങ്കാര ദംഭാനുത വർജിത, ഇതൊക്കെ ഇല്ലാത്തവരായിരിക്കും. അതായത് കുഹക കള്ളത്തരം പറയുക, മായ എന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് ചെയ്യുക, ശാഠ്യം ഇതെനിക്ക് വേണം അല്ലെ ഇത് വേണ്ട എന്നൊരു നിർബന്ധ ബുദ്ധി, ശാഠ്യം അഹങ്കാരം എന്നുള്ളതിന് ഈ നമ്മൾ പറയുമല്ലോ ഒരു അന്ധകരണ വൃത്തിയുണ്ടല്ലോ അഹങ്കാരം. ഞാനാണെന്നറിയുക, ഞാനിത് വായിക്കുന്നു എന്നറിയുക. ആ ഞാൻ എന്നുള്ളത് അവിടെ മനസ്സിൻ്റെ അഹങ്കാര വൃത്തിയാണ്. ഒരു വസ്തുവിനെ കാണുമ്പോൾ ഞാൻ ഇതിനെ കാണുന്നു, അപ്പോൾ ഞാൻ എന്നുള്ളത് അവിടുത്തെ മനസ്സിൻ്റെ അഹങ്കാര വൃത്തിയാണ്. ഇവിടെ അഹങ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനേതോ കേവനാണ് എന്നിങ്ങനെ ഒരു നമ്മളെ തന്നെ ഒരു വലുതായിട്ട് കാണുക. ശാഠ്യം, ദംഭം എന്ന് പറയുന്നതാണ് വലിയ ഒരു നമ്മെ തന്നെ ഒരു വലുതായിട്ട് കാണുക. വാസ്തവത്തിലൊന്നും ഇല്ലായിരിക്കും, എന്നാലും നമ്മളാണ് എന്നൊന്നും വിചാരിക്കുക. ദംഭം, അനർത്ഥം, കള്ളത്തരം, ഇതൊന്നും ഇല്ലാത്ത ആപ്തകാമന്മാരായ സകല കാമങ്ങളും സാധിച്ചവരായ. സകല കാമങ്ങളും സാധിക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു കാമം സാധിച്ചു, അതിൽ വീണ്ടും തൃപ്തിയിട്ട് അതുപോലെ പിന്നെയും വേണം എന്ന് പറയുന്ന ആപ്തകാമം. നമുക്കിനി ഒന്നും വേണ്ട എന്നുള്ളതാണ് ആപ്തകാമത്വം. മറ്റേ പിന്നെയും വേണമെന്ന് വിചാരിക്കാൽ അത് കൂടിക്കൂടി വരികയുള്ളൂ. തീക്കകത്ത് എണ്ണ ഒഴിക്കുന്ന പോലെ യയാതി പറഞ്ഞൊരു ഇതുണ്ടല്ലോ, തീക്കകത്ത് എണ്ണ മജാതുകാണോ കാമ്യാന ഉപഭോഗേന ശാന്തി. ഒരിക്കലും ഉപഭോഗം കൊണ്ട് ഒരു ആഗ്രഹവും തീരത്തില്ല. അപ്പോൾ ഒന്ന് കിട്ടുമ്പോൾ പിന്നെ വേണം തോന്നും, പിന്നെയും വേണമെന്ന് തോന്നും. അങ്ങനെയല്ല, ഇത് ഇന്നല്ലെങ്കിൽ നാളെ നശിക്കും എന്നറിഞ്ഞിട്ട് അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നതാണ് ആപ്തകാമത്വം. വിഗതകൃഷ്ണ സർവതഃ എത്ര യസ്മിൻ തൽ പരമാർത്ഥ തത്വം സത്യസ്യ ഉത്തമ സാധനസ്യ സംബന്ധി സാധ്യം. ഈ ഉത്തമമായ സാധന സത്യം, ഈ സത്യം കൊണ്ട് സാധിക്കേണ്ടത് എന്താണ്? സാധ്യം പരമം പ്രകൃഷ്ടം നിധാനം പുരുഷാർത്ഥരൂപേണ നിധീയതേതി നിധാനം വർത്തത്. നിധാനം എന്ന് പറഞ്ഞാൽ പരമം, ഏറ്റവും ശ്രേഷ്ഠമായ, പ്രകൃഷ്ടമായ, ഏറ്റവും ശ്രേഷ്ഠമായ നിധാനം, ഏറ്റവും ശ്രേഷ്ഠമായ ആ സമ്പത്ത്, അതാണ് ആ ആത്മസ്വരൂപം. അതിനെ ഈ സാധനങ്ങൾ കൊണ്ടൊക്കെ അതിനെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ധനം വർത്തതേ തത്ര ഏന പഥ ആക്രമന്തി സ സത്യേന വിദത ഇത് പൂർവേണ സമ്പന്നം. ആ സത്യത്തെ ആത്മാവിനെ സാക്ഷാത്കരിക്കണമെങ്കിൽ സത്യം എന്നുള്ളതാണ് ഏറ്റവും പ്രകൃഷ്ടമായ സാധനം എന്ന്. സത്യമേവ ജയതി നാനൃതം സത്യേന ബന്ധാ വിദതോ ദേവയാനഃ യേന ആക്രമന്തി ഋഷയോ ഹി ആപ്തകാമാഃ യത്ര തൽ സത്യസ്യ പരമം നിധാനം. സത്യേന ബന്ധാ വിദതോ ദേവയാനഃ യേന ആക്രമം ഋഷയോ ആപ്തകാമാഃ
ततः सत्यस्य परमं विधानं येन आक्रमन्ति ऋषयः येन आक्रमन् ऋषयः ഇന്നെന്താ ദിവസം വീണ്ടും കൂടെ ചൊല്ലാം. പ്രാണോ ഹ്യേഷ യസ് സർവഭൂതൈർവിഭാതി വിജാനൻ വിദ്വാൻ ഭവതേനാദിവാദി ആത്മക്രീഡ ആത്മരതിക്രിയാവാൻ ഏഷ ബ്രഹ്മവിദാം വരിഷ്ഠഃ സത്യേന ലഭ്യസ്തപസാ യേഷാ സമ്യജ്ഞാനേന ബ്രഹ്മചര്യേണ നിത്യം അന്തഃശരീരേ ജ്യോതിർമയോ ഹി ശുക്രോ യം പശ്യന്തി യഥയക്ഷീണദോഷാഃ സത്യമേവ ജയതി നാനൃതം സത്യേന ബന്ധാ വിദതോ ദേവയാനഃ येन आक्रमन्ति ऋषयो ह्याप्तकामाः यत्र सत्यस्य परमं निधानम्. भद्रं कर्णेभिः शृणुयाम देवाः भद्रं स्तुष्टवांसस्तनूर्यसेन देवहितं यदायुः. ॐ स्वस्तिनो वृद्धश्रवाः स्वस्ति नो पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो वरिष्ठनेमिः स्वस्ति नो बृहस्पतिर्दधातु. ॐ शान्ति शान्ति शान्तिः.